ഞങ്ങളിപ്പോൾ ഒരു മ്യൂസിയത്തിൽ വന്നു. സൗത്ത് ഗോവയിലാണ് ഗ്ര മ്യൂസിയം. ഇവിടെ മൂന്ന് മ്യൂസിയമാണ് ഉള്ളത്. ഒരു മ്യൂസിയം വന്നിട്ട് ഇലക്ട്രിസിറ്റിക്കൊക്കെ മുൻപ് ആ സാധനങ്ങൾ യൂസ് ചെയ്തിരുന്നുണ്ടല്ലോ, അതിൻ്റെ കളക്ഷൻസ്. സെക്കൻഡ് വൺ വന്നിട്ട് ചക്രാസ് ഈ രഥം അങ്ങനത്തത്. മൂന്നാമത്തത് പോർച്ചുഗീസ് യൂസ് ചെയ്തിരുന്ന സാധനങ്ങളുടെ കളക്ഷൻസ് ആയിരുന്നു. അപ്പോൾ ഓരോന്നിനും 150 റുപ്പീസ് ഉണ്ട് ടിക്കറ്റ്. അതുകൊണ്ട് ഏതെങ്കിലും ഒന്നേ ഞങ്ങൾ സെലക്ട് ചെയ്തുള്ളൂ. അത് എടുത്തത് പോർച്ചുഗീസ് കളക്ഷൻ ആയിരുന്നു. അപ്പോൾ അകത്ത് വീഡിയോ ഇൻക്ലൂഡ് അല്ല, വീഡിയോ എടുത്തൂടെ, അലോഡല്ല. അപ്പോൾ ഫോട്ടോസ് ഞാൻ എടുത്തതിൽ ചേർത്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒരാൾ ഗൈഡ് വന്ന് ക്ലിയറായിട്ട് പറഞ്ഞു തരും. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന്. കൊള്ളാം, കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഈ മ്യൂസിയത്തിൻ്റെ പേര് ഗോവ ചിത്ര മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുമ്പോൾ ഗോവ മ്യൂസിയം ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് ഈ പേരിൽ വേണം സെർച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ മ്യൂസിയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും പോയിട്ടുള്ളതും കണ്ടിട്ടുള്ളതും എല്ലാം ഗവൺമെൻറ് മ്യൂസിയംസ് അല്ലേ. പക്ഷേ ഇത് ഒരു വ്യക്തിയുടെ മ്യൂസിയമാണ്, ഒരു പ്രൈവറ്റ് മ്യൂസിയമാണ്. വിക്ടർ ഹൂഗോ ഗോമസ് എന്ന് പറയുന്ന ഒരു കലാകാരൻ, ഒരു പുരാവസ്തു ഗവേഷകൻ, അദ്ദേഹം വർഷങ്ങളായിട്ട് കളക്ട് ചെയ്ത് വെച്ച ഐറ്റംസാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്. ഫോട്ടോയിൽ കാണുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം, പക്ഷേ എല്ലാം ഓർമ്മയില്ല, കാരണം പോയിട്ട് വന്നിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഓർമ്മയുള്ളതുപോലെ പറഞ്ഞുതരാം. പിന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് സാധനങ്ങളൊക്കെ എന്താണെന്ന്. അപ്പോൾ ഈ ടേബിളിൻ്റെ പുറത്ത് ഇരിക്കുന്നത്, ഈ അറ്റത്തായിട്ട് ഇരിക്കണില്ലേ, അത് എന്താണെന്ന് അറിയാൻ ചാൻസ് ഇല്ല. അത് ഒരു ഷാർപ്നറാണ്, പെൻസിൽ ഷാർപ്നറാണ്. പിന്നെ ഫോണിൻ്റെ ഇതുമാണ് ഇതിൽ കാണുന്നത്. ടൈപ്പ് റൈറ്റർ, അപ്പോഴുണ്ടായിരുന്ന ടൈപ്പ് റൈറ്റേഴ്സ്, പിന്നെ അവർ യൂസ് ചെയ്തിരുന്ന ബുക്സാണ്. ഇതിപ്പോൾ പോർച്ചുഗീസ് മാത്രമല്ല, അപ്പോഴുണ്ടായിരുന്ന റിച്ച് പീപ്പിൾസിൻ്റെ ആണ്, പണക്കാരുടെയും വസ്തുക്കളാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇതിനകത്ത്